ആശയക്കുഴപ്പം എന്തായാലും അത് പരിഹരിക്കുമോ എന്ന് തന്നെയാണ് പ്രവാസ ലോകം എപ്പോഴും നോക്കാറുള്ളത്. ഖത്തറിനെതിരെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ GCC യോഗത്തിന് നാളെ തുടക്കമാകുമ്പോൾ ഏവരും ഉറ്റുനോക്കുകയാണ്. റിയാദിൽ ചേരുന്ന യോഗത്തിൽ ഗൾഫ് പ്രതിസന്ധി ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന. ഖത്തറിനെതിരെ 2 വർഷത്തിലധികമായി തുടരുന്ന ഉപരോധം പിൻവലിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ യോഗത്തിൽ ഖത്തറടക്കം എല്ലാ രാജ്യങ്ങളിലെയും ഭരണാധിപന്മാർ പങ്കെടുക്കുമെന്നാണ് സൂചന. ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഇത് ആദ്യമായാണ് എല്ലാ അംഗരാജ്യങ്ങളിലെയും ഉന്നത ഭരണകർത്താക്കൾ GCC യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. സൗദി, UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഖത്തറിനെതിരെ 2017 ജൂൺ 5 നയതന്ത്ര ഗതാഗത കച്ചവട ഉപരോധം പ്രഖ്യാപിച്ചത്. ഖത്തറിനെതിരെ ഉപരോധം അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളമാണ് ഖത്തറിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ആഴ്ച ദോഹയിൽ നടന്ന ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ UAEയും സൗദിയും പങ്കെടുത്തതും മഞ്ഞുരുകലിന്റെ സൂചനയായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ റിയാദ് അടക്കം വിവിധ ഇടങ്ങളിൽ കുവൈത്തിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നതും ശുഭസൂചനയായാണ് വിലയിരുത്തുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 രാജ്യങ്ങളാണ് GCC അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ നിലവിൽ നടന്നിരിക്കുന്ന നീക്കങ്ങൾ, നയതന്ത്ര തലത്തിലെ മഞ്ഞുരുകൾ, ഇതൊക്കെ ഗുണകരമാകുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ച് ഖത്തറിലെ പ്രവാസികളടക്കം ഈ ഉപരോധം നീങ്ങുമോ എന്ന പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഒരുപാട് കച്ചവടങ്ങളടക്കം ഈ ഒരു ഉപരോധം ബാധിച്ചതിനാൽ തന്നെ ഇതിന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നിരവധി പേർ, ഈ ഉപരോധം നീങ്ങിയാൽ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നിരവധി പേർ പ്രത്യക്ഷമായും പരോക്ഷമായും പുതിയ തീരുമാനത്തെ, നാളത്തെ യോഗത്തെ, നിർണായക യോഗത്തെ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.